ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ SIT ഒരുങ്ങുന്നുവെന്ന വാർത്ത വരുമ്പോൾ നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ് ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, കൂടുതൽ വിവരങ്ങൾ. SKN ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ അറസ്റ്റിലായവരിൽ ഏറ്റവും പ്രധാനി ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ തന്ത്രിയാണ്. അപ്പോൾ ഈ തന്ത്രിയിൽ നിന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായിട്ട് ചോദ്യം ചെയ്യുകയാണ് SITക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനായി ഇപ്പോൾ റിമാൻഡിലുള്ള തന്ത്രിയെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിങ്കളാഴ്ച SIT കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുപ്രകാരം ഇതിനോടകം തന്നെ പരമാവധി വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് SITക്ക് ഇനി വേണ്ടത് തന്ത്രിയും ഈ സ്വർണ്ണക്കൊള്ളയിലെ തന്ത്രപ്രധാനിയുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരും തമ്മിലുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്, ഇതിനകത്തുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിനകത്ത് തന്ത്രിക്ക് എത്രമാത്രം സാമ്പത്തിക ലാഭമുണ്ടായി, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്ത്രിയെയും പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം SIT പോയേക്കും. തന്ത്രിയും ഈ പറയുന്ന പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളാണ് പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നത്. കാരണം നമുക്കറിയാം, കീഴ്ശാന്തിയുടെ സഹായിയായിട്ട് ശബരിമലയിൽ എത്തിയ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് ശബരിമലയിലെ മുഖ്യധാര സ്പോൺസറായിട്ട് മാറുന്നു. അപ്പോൾ അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് തന്ത്രിയാണ്. അപ്പോൾ തന്ത്രിക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും ഇടപാടുകൾ, നേരത്തെ ആരോപിക്കപ്പെട്ടതുപോലെയുള്ള രാജ്യാന്തര സ്വർണ്ണക്കൊള്ള അടക്കമുള്ള ഇടപാടുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസാന ലാപ്പിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ SITക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന തന്ത്രിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന തന്ത്രിയെ കസ്റ്റഡിയിൽ വാങ്ങി വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യും. നിലവിൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വിശ്വാസവഞ്ചന, ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുക, അങ്ങനെ തുടങ്ങി ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ ഈ തന്ത്രിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ വിശദാംശങ്ങൾ കൂടുതൽ തേടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് തന്ത്രിയിൽ കൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷം പറയുന്നത്. അതായത് എല്ലാം തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ട് മന്ത്രിമാരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് വഴങ്ങില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി പ്രതിപക്ഷം പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ KM മുരളീധരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തന്ത്രിയെ കുടുക്കി മന്ത്രിയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തിയാൽ അതുകൊണ്ട് അങ്ങ് അവസാനിപ്പിക്കില്ല, UDF അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ രക്ഷപ്പെടുന്ന ആളുകളൊക്കെ കുടുങ്ങും, ഞങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യങ്ങൾ KM മുരളീധരൻ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും തന്ത്രിയെ അവസാനിപ്പിച്ചാൽ അത് അവിടെ കൊണ്ട് പ്രതിപക്ഷം അവസാനിപ്പിക്കില്ല, അത് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിലേക്ക് പോകേണ്ടി വരും. എന്തായാലും തന്ത്രിയിൽ നിന്ന് പരമാവധി ശേഖരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ SITക്ക് മുമ്പിലുള്ള ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.